ഒന്ന് പറയണായിരുന്നു ശരിക്കും. വേറെ എന്തോരം കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാൻ. അവരെ വാഴത്തോപ്പി ഇരുന്ന് പ്രേമിച്ചിട്ട് പോട്ട്. ക്യാമറ അവർക്കുള്ളതാണ്, ഡെഡിക്കേറ്റഡ് ആണ്. ഇന്നലത്തെ എപ്പിസോഡിൽ അരമണിക്കൂർ അവരായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എന്താ സീൻ? ഇന്നലത്തെ എപ്പിസോഡിൽ അരമണിക്കൂർ അവരായിരുന്നു. ഞാൻ കണ്ടു. അതൊക്കെ തന്നെ. രണ്ട് ക്യാമറ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം പറഞ്ഞ് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് മൊത്തം അവര് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ അതൊക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും അതിനകത്ത് സിബിൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വേറെ കാര്യം തന്നെയാണ്. കാര്യം ആ ഷോയ്ക്ക് അവർക്ക് മെയിനായിട്ട് ഇമ്പോർട്ടന്റ് അവർ കൊടുക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്കറിയാം ഈ കണ്ടന്റ് സെല്ല് ചെയ്താൽ നല്ലതാണ്, നല്ല മാർക്കറ്റ് ഉള്ള ഒരു കണ്ടന്റ് ആണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഒരിക്കലും ആ ഒരു ഷോയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് ഉദ്ദേശിച്ച സാധനം അവരായിട്ട് തന്നെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരിക്കലും നമ്മൾ ഷോയെ ബ്ലെയിം ചെയ്യാനോ എടുക്കാനോ ഒന്നും വരരുത്. ആ ഷോയിൽ അവരുടെ ചെല്ലുമ്പോൾ അതിനകത്തൊരു എഗ്രിമെന്റും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാവരും സൈൻ ചെയ്തിട്ടാണ് കയറുന്നത്. അല്ലാതെ പിന്നെ ഇറങ്ങി വന്നിട്ട് ഷോ കാരണമാണ് ഇങ്ങനെ വന്നത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇടതരമാണ്. ആ ഷോയെ ഒരു കാരണവശാലും കുറ്റം പറയുന്നതിനകത്തോട്ട് എനിക്ക് അതിനകത്ത് യോജിക്കാനായിട്ട് പേഴ്സണലി പറ്റുന്നില്ല. ആ ഒരു പ്ലാറ്റ്ഫോമിൽ അത്രയും കഷ്ടപ്പെട്ട് കയറി എല്ലാം ചെയ്തിട്ട് അതിൽ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അവരില്ലാത്ത ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അവരായിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ഗബ്രി ഈ പറയുന്ന ജാസ്മിന് തമ്മിലുള്ളത്. അവർ ചെന്ന് കാണിക്കുന്ന കാര്യങ്ങൾ അവർ കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അവരെ അതിനകത്ത് പറഞ്ഞിട്ട് ഒരു തെറ്റുമില്ല. പിന്നെ ഇപ്പം സിബിൻ ഔട്ടായതിന്റെ ഒരു കേസിനെ പറ്റിയിട്ട് എല്ലാവരും ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. സിബിൻ ശരിക്കും പറഞ്ഞ സിബിൻ ഇന്നലെ പറഞ്ഞു ഞാൻ ക്യൂട്ട് ചെയ്തതല്ല, അല്ലാതെ ഇറങ്ങിയാണ്. ശരിക്കും പറഞ്ഞാൽ സിബിൻ പുറത്തെ കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ എന്തൊക്കെയോ അകത്ത് കയറണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് അകത്ത് കയറ്റാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് പുറത്താക്കിയതാണ്. ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഷോയിൽ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ആരെങ്കിലും എന്തെങ്കിലും എന്നെ നുള്ളിപ്പിച്ചെന്നും പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് ഓക്കെ അല്ല, ഞാനിപ്പം തളർന്നു വീഴുക, എനിക്ക് ഷോ കിട്ടിയണമെന്നും പറഞ്ഞിട്ട് വെറുതെ അവിടെ പോയിട്ട് പ്രവർത്തനം കാണിക്കാതിരിക്കുക. അങ്ങനെ ഉണ്ട് ഈ ഷോയിൽ കയറി പോകാതിരിക്കുക. കാര്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കൂടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ നഷ്ടപ്പെടുത്തുന്നത്. എന്തിനാണ് ഈ ഷോയിൽ പോണത്? കാര്യം സിബിൻ ഏത് കിടില ഒരു ഗെയിമർ ആയിരുന്നെന്ന് അറിയോ? നമുക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട്. കാര്യം ഒരു കണ്ടസ്റ്റന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മോശമാണ്. എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി വന്നിട്ട് ഇതിനെപ്പറ്റി കുറ്റം പറയാനായിട്ടുള്ള രീതിയിലും എന്തിനാണ് ഇങ്ങനെയൊക്കെ അതിനകത്തോട്ട് കയറി ചെല്ലുന്നത്? എന്തിനാണ്? കാര്യം ലാലേട്ടൻ എത്രയോ പേരെ അവർക്ക് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയുന്നതിനകത്ത് അങ്ങനെ ഉണ്ട്, ആ ഗബ്രി ആയിരുന്നു ക്യൂട്ടിയത് കൊണ്ടത്. കാര്യം ഗബ്രിയുടെ ആ ഒരു വീഡിയോ ക്ലിപ്പ് വരെ എടുത്തു വെച്ച് കാണിച്ചതാണ് ജാസ്മിനുമായിട്ടൊക്കെ ഉള്ളത്. അവൻ എന്തുമാത്രം നാണം കിട്ടും. അവൻ എപ്പോഴേ ഇറങ്ങി പോകേണ്ട സമയം കഴിഞ്ഞ്. സിബിന് മാത്രം ഇത്ര വരെ പ്രത്യേകത. കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ പോവുക എടുക്കുമെന്ന് പറയുന്നവരെന്ന് ദൈവത്തെ ഓർത്ത് അതിനകത്തോട്ട് കയറ്റി വിടാതിരിക്കുക കഴിവതും. എന്താ കഴിഞ്ഞാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.